ഡിസംബർ 24. ലിയയുടെ വീടിന് പുറത്ത് മഴയുടെ നേരിയ തണുപ്പ്. അകത്ത് ക്രിസ്മസ് ട്രീ പൂർണ്ണതയോടെ നിന്നു. ഓരോ അലങ്കാരവും കഴിഞ്ഞ 30 വർഷമായി മാറ്റമില്ലാത്ത സ്ഥാനത്ത്. ജോർജ് കസേരയിലിരുന്ന് പത്രം വായിച്ചു. ലിയ, എല്ലാം കഴിഞ്ഞോ? എന്തിനാണ് ഇത്രയും വേവലാതി? ലിയ മറുപടി പറഞ്ഞില്ല. അവർ ആ വീട്ടിലെ ക്രിസ്മസിന്റെ കാര്യസ്ഥയായിരുന്നു. സന്തോഷത്തിന്റെ അല്ല, ബാധ്യതയുടെ. 30 വർഷം മുൻപ് അവരുടെ ആദ്യ ക്രിസ്മസിന് അവളുടെ അമ്മയാണ് ഈ ട്രീ അലങ്കാരങ്ങളുടെ മാപ്പ് ഉണ്ടാക്കി കൊടുത്തത്. ഓരോന്നും കൃത്യമായിരിക്കണം ലിയ, എങ്കിലേ അനുഗ്രഹം നിറയൂ, അമ്മ പറഞ്ഞിരുന്നു. അമ്മയുടെ മരണശേഷം ലിയ അത് ഒരു നിയമമാക്കി. ഒരു അക്ഷരം മാറിയാൽ എല്ലാം തകരുമെന്ന് അവൾക്ക് പേടിയായിരുന്നു. പെട്ടെന്ന് ജോർജ് എഴുന്നേറ്റു. അപ്പോൾ അലങ്കാരങ്ങൾ വെക്കുന്ന പെട്ടിയിൽ നിന്ന് ജോർജിന്റെ കൈ തട്ടി ഒരു ബോൾ താഴെ വീണു. ക്ഷമിക്കണം ലിയ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോൾ താഴെ പോയി. ജോർജ് പെട്ടെന്ന് കുനിഞ്ഞ് അതെടുക്കാൻ ശ്രമിച്ചു. അത് വെറും ഒരു വെള്ളി നിറമുള്ള ഗ്ലാസ് ബോളായിരുന്നു. പക്ഷേ ലിയയുടെ ലോകം ആ നിമിഷം നിശ്ചലമായി. അത് 6-ാം നമ്പർ അലങ്കാരമാണ് ജോർജ്, അത് താഴെ വയ്ക്കാൻ പാടില്ല. ലിയയുടെ ശബ്ദം ഉയർന്നു. ജോർജ് നിശബ്ദമായി അവളെ നോക്കി. അതെ, അത് വെറും ഒരു പന്താണ്. നിനക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം? ഇത് അമ്മയുടെ നിയമമാണ് ലിയ, നിന്റെ സന്തോഷമല്ല, ജോർജ് പതിയെ പറഞ്ഞു. ലിയ കണ്ണുകൾ അടച്ചു. 30 വർഷത്തെ ഭാരം അവളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോകും പോലെ തോന്നി. ആ നിയമം അവളെ സംരക്ഷിച്ചിരുന്നില്ല, ബന്ധിച്ചിരിക്കുകയായിരുന്നു. അമ്മയുടെ അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്, എൻ്റെ ക്രിസ്മസ് ആണ്, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ കണ്ണു തുറന്നു. അതവിടെ വെക്കണ്ട ജോർജ്, ലിയ പറഞ്ഞു. നമുക്കത് എവിടെയെങ്കിലും മാറ്റി വെക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് അവിടെ തന്നെ കിടക്കട്ടെ. ഈ വർഷം നമുക്ക് നിയമങ്ങൾ ഇല്ലാതെ ക്രിസ്മസ് ആഘോഷിക്കാം. ജോർജ് ചിരിച്ചു. ആദ്യമായി ആ വീട്ടിലെ ക്രിസ്മസ് ട്രീ അതിന്റെ പൂർണ്ണതയിൽ നിന്ന് സ്വതന്ത്രമായി. ഒപ്പം ലിയയും. അവർ പരസ്പരം കൈകോർത്തു. പുറത്ത് മഴ തോർന്നിരുന്നു. പുതിയൊരു പ്രഭാതത്തിന്റെ തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വന്നു.